ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് പറയാനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഒരു ദിവസം നമ്മൾ കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പോൾ ഈ മുരിങ്ങയില നമ്മൾ അത്യാവശ്യം ഇതേപോലെ കയ്യിൽ നിന്ന് ഊർന്നെടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും ഉണ്ടായിരുന്ന മുരിങ്ങയില അടിച്ച് വന്ന് നോക്കുമ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ അതോടൊപ്പം അത്യാവശ്യം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ മറ്റ് യാതൊരു ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമില്ലാതെ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ മെച്ചേർഡായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ആ ചെടി ഈ ബക്കറ്റിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബക്കറ്റ് എടുക്കുന്നതിനും ഒരു റീസൺ ഉണ്ട്. പരന്ന പാത്രമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ലിക്വിഡ് ഒന്നങ്ങനെ പരന്ന് കിടക്കും. അപ്പോൾ ചട്ടി മുങ്ങാനുള്ള അത്രയും വെള്ളം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ബക്കറ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്പേസ് വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോരോ പോട്ടുകൾ എടുത്തിട്ട് ഇതേപോലെ മുക്കി വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാത്തതിനും റീസൺ ഉണ്ട്. ചട്ടി എന്ന് പറയുമ്പോൾ ഹോൾസ് ഉള്ള ചട്ടിയാണല്ലേ ഓർക്കിഡിൻ്റെ. അപ്പോൾ അതിനകത്ത് കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടു കൂടി അതെല്ലാം ഒഴുകിപ്പോവും. അപ്പോൾ ഇത്തിരി നേരം നമ്മുടെ ഈ ചട്ടി ഇതേപോലെ ഈ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം വേര് മുതൽ കടഭാഗം വരെ നനഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഇതെങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വേരൊക്കെ നല്ല പച്ച നിറത്തിലും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതതുപോലെ കുറച്ച് വാൻറ്റയുടെ തൈകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിനകത്തേക്ക് മുക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ തവണ മുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഈ ലിക്വിഡ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ വേരുകൾ നമ്മുടെ ആ ഒരു ലൈന് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെച്ചതിനകത്ത് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ ബാക്കിയും പിന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ, നമ്മൾ വീണ്ടും ഇതേപോലെ ഇങ്ങനെ എല്ലാ ചെടികളും മുക്കിയെടുക്കുക. അപ്പം ഞാൻ ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ചട്ടികൾ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഉപയോഗങ്ങൾ കൂടി ഉണ്ടെന്ന് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ദിവസം കുറച്ച് കറ്റാർ വാഴ എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതേ പറഞ്ഞ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഡെൻഡ്രോബിയം ചെടികളെ ഇഷ്ടപ്പെടുന്നവർ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള സീഡ്ലിങ്സ് എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് മെച്ചേർഡ് ആക്കി എടുക്കാനും പൂക്കൾ ഉണ്ടാക്കി വരാനൊക്കെ കഴിയും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.